All of you, welcome to this video. In this video, we are discussing the computation of tax liability of a trust. അപ്പോൾ ടാക്സ് റേറ്റ് ഓഫ് എ ട്രസ്റ്റ് എങ്ങനെയാണ് വരിക, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഒരു ട്രസ്റ്റിൻ്റെ ഇൻകം നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, റേറ്റ്സ് ഓഫ് ടാക്സ് ആൻഡ് കമ്പ്യൂട്ടേഷൻ, that is discussed with the help of a problem. So first of all, we can see that computation of tax liability of a trust എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു ട്രസ്റ്റിൻ്റെ അകത്ത് there are 3 parties. ഒരു ട്രസ്റ്റർ ഉണ്ടാകും. ആ ട്രസ്റ്ററിൻ്റെ പ്രോപ്പർട്ടി ട്രസ്റ്റി ഈസ് മാനേജിങ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ബെനിഫിഷ്യറി. ഓക്കെ, പിന്നെ ട്രസ്റ്റ് ഈസ് ഓൾസോ റിക്വയർഡ് ടു ഫയൽ ദ റിട്ടേൺ ഓഫ് ഇൻകം വോളണ്ടറിലി അണ്ടർ സെക്ഷൻ 139(1). ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റ് അവരുടെ ഇൻകം ഫുൾ എക്സംഷൻ അവെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 85% ഓഫ് ദെയർ ഇൻകം ഷുഡ് ബി അപ്ലൈഡ്, ആൻഡ് ഇഫ് ദേ ആർ നോട്ട് അപ്ലൈയിങ് 85% ഇൻ എ പെർട്ടിക്കുലർ ഇയർ, ദാറ്റ് ഷുഡ് ബി അക്യുമുലേറ്റഡ് in the manner as specified by the act, and that should be invested in certain investment avenues that should be used within 5 years for the said purpose. Otherwise the trust is liable to be taxed for that income. അല്ലേ? അപ്പോൾ ആ 85% അപ്ലൈ ചെയ്യണം, 15% they can accumulate. 85% അവർക്ക് യൂസ് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? അത് അക്യുമുലേറ്റ് ചെയ്യാം. അതിന് ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ മാത്രമേ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ട്രസ്റ്റിൻ്റെ ആ പർപ്പസിന്, ആ സെഡ് പർപ്പസിന് അത് യൂട്ടിലൈസ് ചെയ്യും കൂടെ, യൂസ് ചെയ്യും കൂടെ, അപ്ലൈ ചെയ്യും കൂടെ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സിലെ ഫസ്റ്റ് പാരഗ്രാഫ് എന്താണെന്നുള്ളത് നോക്കാം. വേർ ദ ട്രസ്റ്റ് ഹോൾഡ്സ് എ പ്രോപ്പർട്ടി ഹോളി ഫോർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പേർപ്പസ്, but the income of which is neither dispersed nor deemed to be dispersed for such purposes, it is charged to tax. If a charitable trust is holding a property for charitable or religious purpose and that is not used, അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്? ദാറ്റ് ഇൻകം ഈസ് ലയബിൾ ടു ബി ടാക്സ്ഡ്. അല്ലേ? അങ്ങനെ നോൺ സ്പെൻഡ് പോർഷൻ ഉണ്ട് എങ്കിൽ നോൺ സ്പെൻഡ് പോർഷൻ ഓഫ് ദ ഇൻകം വിൽ ബി ടാക്സ്ഡ് as we are treating the income of an association of person. Means association of person ന്റെ കേസിൽ we are applying slab rate sometimes. അപ്പോൾ the income, the non spent portion of a religious or charitable trust income will be liable to be taxed at the rates which are applicable to an AOP. Means slab rate of income tax will be applied on that non-spent portion of the income of a religious or charitable trust. Second paragraph എന്താ കൊടുത്തിട്ടുള്ളത്? The trust holds a property for charitable purpose, wholly for charitable or religious purpose, but utilizes a part of its income for the person or persons mentioned in section 13(3) or deposits or invests its funds otherwise than provided in section 11(5). The tax on such portion shall be charged at the rate of 30%, maximum marginal rate. അത് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് അതിൻ്റെ ഇൻകം സ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ഫൗണ്ടറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂട്ടർക്കാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, മാനേജർക്ക് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, ഈ പറഞ്ഞ പാർട്ടീസിൽ ആരുടെയെങ്കിലും റിലേറ്റീവ്സിനാണ്. അതല്ല എങ്കിൽ സ്പെൻഡിങ് ദാറ്റ് ഇൻകം ഫോർ എ കൺസേൺ an organization in which these parties are having substantial interest. അങ്ങനെ ഈ പറഞ്ഞ പാർട്ടീസിനാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്പെൻഡ് ചെയ്ത പോർഷന് ദ ട്രസ്റ്റ് ഈസ് ലയബിൾ ടു ബി ടാക്സ്ഡ്, ലയബിൾ ഫോർ എ ടാക്സ് റേറ്റ് ഓഫ് 30%. അപ്പോൾ നമുക്കറിയാം, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ട്രസ്റ്റ് ഈസ് മാനേജിങ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ട്രസ്റ്റർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ബെനിഫിഷ്യറി. അപ്പോൾ ആ ഇൻകം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, ട്രസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ടല്ല. സ്പെൻഡ് ചെയ്യുന്ന ഈ പറഞ്ഞ ട്രസ്റ്ററിനോ അതല്ലെങ്കിൽ മാനേജർക്കോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഇൻകം അപ്ലൈ ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് ഇൻകം, ദാറ്റ് പോർഷൻ വിൽ ബി ടാക്സ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 30%. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് വി ആർ അസ്യൂമിങ് that income is spent for the benefit of the founder അല്ലെങ്കിൽ spent for the benefit of trustee, അങ്ങനെ എപ്പോഴൊക്കെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക എന്നുള്ളതൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് തിങ് എന്താണ്, where the property is held under a trust in part only for charitable or religious purpose, and if any part of the income applicable to non-charitable or non-religious purpose is not specifically receivable on behalf of any one person, or the individual shares of the beneficiaries in such income are indeterminate and unknown, the tax shall be payable. എങ്ങനെയാണത്, ഹയർ ഓഫ് ദി ഫോളോയിങ് ടു സംസ്. ഇപ്പോൾ നമ്മൾ ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടി പാർട്ട്ലി ഫോർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ് ആണ്. ഇനി ഏതെങ്കിലും ഒരു ബെനിഫിഷ്യറീൻ്റെ ഷെയർ വിച്ച് വി കനോട്ട് ഡിറ്റർമൈൻ, അൺനോൺ ആണ്, ബെനിഫിഷ്യറീൻ്റെ ഷെയർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല എങ്കിൽ അങ്ങനെ ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി ഷെയർസ് ഓഫ് ദാറ്റ് ബെനിഫിഷ്യറീസ് ഹൂസ് ഇൻകം ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഓർ അൺനോൺ, അങ്ങനെ അൺനോൺ ആയിട്ടുള്ള പോർഷന് നമ്മൾ ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഹയർ ഓഫ് ദി ഫോളോയിങ് ടു സംസ്. 2 സംസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ടാക്സ് ഓൺ ദ എൻറ്റയർ നോൺ എക്സെംപ്റ്റ് ഇൻകം ആസ് ഇഫ് ഇറ്റ് വേർ ദ ടോട്ടൽ ഇൻകം ഓഫ് എൻ AOP. അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ട്രസ്റ്റ് നോൺ ചാരിറ്റബിൾ പേർപ്പസിനാണ് അവരുടെ ഇൻകം സ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ, അങ്ങനെ ബെനിഫിഷ്യറീസിൻ്റെ ഷെയർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണെങ്കിൽ നമ്മൾ 2 എമൗണ്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നോൺ എക്സെംപ്റ്റ് ഇൻകത്തിന് നമ്മൾ AOPക്ക് എങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും, അതായത് സ്ലാബ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടാമത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 2 എമൗണ്ടാണ് എടുക്കേണ്ടത്. എന്താണത്, ദ അഗ്രഗേറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ടാക്സ് ഓൺ ദ ഇൻകം അപ്ലിക്കബിൾ ടു ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസസ് ആസ് ഈസ് നോട്ട് എക്സെംപ്റ്റ്. അതായത് ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പേർപ്പസിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് അത് എക്സെംപ്റ്റഡ് അല്ലാത്ത തരത്തിൽ എടുത്തിട്ട് അതിന് സ്ലാബ് റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ദ ടാക്സ് ഓൺ ദാറ്റ് പാർട്ട് ഓഫ് ഇൻകം അപ്ലിക്കബിൾ ഫോർ ദ പർപ്പസസ് അതർ ദാൻ റിലീജിയസ് ഓർ ചാരിറ്റബിൾ പേർപ്പസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ ഷെയർസ് ഓഫ് ദ ബെനിഫിഷ്യറീസ് ആർ ഇൻഡിറ്റർമിനേറ്റ് ഓർ അൺനോൺ വിൽ ബി ടാക്സ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 30%. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ നമ്മൾ ട്രസ്റ്റിൻ്റെ ഇൻകം അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഒക്കെ എക്സംഷൻ ഇല്ലാത്ത തരത്തിൽ ട്രീറ്റ് ചെയ്ത് അതിന് സ്ലാബ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഫിഗർ 1. ഇനി രണ്ടാമത്തെ ഫിഗർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 എടുക്കണം, 2 ആഡ് ചെയ്യണം. ചാരിറ്റബിൾ പർപ്പസിന് സ്പെൻഡ് ചെയ്ത എമൗണ്ടിന് നമ്മൾ സ്ലാബ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യും. നോൺ ചാരിറ്റബിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പർപ്പസിന് നമ്മൾ സ്പെൻഡ് ചെയ്ത് ബെനിഫിഷ്യറീസിൻ്റെ ഷെയർസ് അൺനോൺ ആണ് എങ്കിൽ ആ പോർഷന് 30% കാൽക്കുലേറ്റ് ചെയ്യും. അത് 2 കൂടെ ആഡ് ചെയ്യും. അതാണ് രണ്ടാമത്തെ എമൗണ്ട്. ഓക്കെ, എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഫിഗർ 1 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഫിഗർ 1 എന്ന് പറയുന്നത് ഏതാണ്, 1 എന്ന് പറയുന്നത് ഇതാണ്. അതല്ലെങ്കിൽ 1 or 2, whichever is higher is the tax liability of the trust. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചാരിറ്റബിൾ പോർഷൻ ഉള്ളതിന് വി ആർ യൂസിങ് സ്ലാബ് റേറ്റ്. ഇവിടെ നമ്മൾ സ്ലാബ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അതല്ലാതെ ബെനിഫിഷ്യറീസിൻ്റെ ഷെയർസ് അറിയാത്തതിന് 30% കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 2 കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്തതിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യണം, ഈ ഫിഗർ 1 ആയിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് ആ 1 or 2 ഏതാണോ ഹയർ എമൗണ്ട് അതാണെന്ത്, ട്രസ്റ്റിൻ്റെ ടാക്സ് ലൈബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സി ടാക്സ് ഓൺ അനോണിമസ് ഡൊണേഷൻസ്. അനോണിമസ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Anonymous donation means any voluntary contribution where a person receiving such contribution does not maintain a record of the identity indicating the name and address of the donee and other prescribed particulars. ആരാണ് തന്നതെന്നുള്ളത് അറിയില്ല, അനോണിമസ് ആണ്. ഡൊണേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്, ബട്ട് ദാറ്റ് ഈസ് അനോണിമസ്. ഡൊണേഷൻ ആരാണ് തന്നതെന്നുള്ളത് ആര് റെക്കോർഡ് ചെയ്തിട്ടില്ല, റിസീവ് ചെയ്യുന്ന ആൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല എങ്കിൽ അനോണിമസ് ഡൊണേഷൻസിന് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ കൊടുത്തത് കണ്ടോ, ടാക്സ്
payable shall be the aggregate of tax at the rate of 30% on the aggregate of anonymous donations received in excess of the higher of the following, namely 5% of the total donations received by the SSC or 1 lakh. രണ്ടാമത്തത്, the tax with which the SSC would have been chargeable had its total income been reduced by the aggregate anonymous donations received in excess of the amount referred to in A or B as the case may be. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അനോണിമസ് ഡൊണേഷൻസ് ഉണ്ട് എങ്കിൽ ടോട്ടൽ ഡൊണേഷൻസിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഡൊണേഷൻസിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അത് 1 lakh റുപ്പീസായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ 5% ടോട്ടൽ ഡൊണേഷൻസിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 lakhs ആണ് കിട്ടിയതെങ്കിൽ 2 lakhs ഓർ 1 lakh. 1 lakh എന്നുള്ളത് അവിടെ കൊടുത്ത സ്പെസിഫൈഡ് എമൗണ്ട് ആണ്, അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ 2 lakh ആണ് എന്ത് ഹയർ എമൗണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 30 അനോണിമസ് ഡൊണേഷൻസ് മൈനസ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ എമൗണ്ട്. ഓക്കെ, അനോണിമസ് ഡൊണേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? അനോണിമസ് ഡൊണേഷൻസിൻ്റെ അകത്തുനിന്ന് മൈനസ് ഇതിലേതാണോ ഒരു ഫിഗർ നമ്മൾ എടുക്കും. എന്നിട്ട് ആ അനോണിമസ് ഡൊണേഷൻസിൽ നിന്ന് ഈ എ ഓർ ബി നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ടാക്സ് ഷാൽ ബി കമ്പ്യൂട്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് 30%. മനസ്സിലായോ? അനോണിമസ് ഡൊണേഷൻസ് മൈനസ് എ ഓർ ബി എന്ന് പറയുന്നത് 5% ഓഫ് ടോട്ടൽ ഡൊണേഷൻസ് അല്ലെങ്കിൽ 1 lakh വിച്ച് എവർ ഈസ് ഹയർ എടുക്കണം. അത് അനോണിമസ് ഡൊണേഷൻസ് നിന്ന് മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്ത ഫിഗറിന് മുകളിൽ 30% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടാക്സ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ബാക്കി ഇവിടെ നമ്മൾ ഈ എക്സ്ക്ലൂഡ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ, എ ഓർ ബി, ദാറ്റ് ഈസ് ടാക്സബിൾ അറ്റ് ദ റേറ്റ് വിച്ച് ഈസ് അപ്ലിക്കബിൾ ഫോർ NIOP എന്ന് വെച്ചാൽ അവിടെ നമ്മൾ സ്ലാബ് റേറ്റിൽ അതിന് ടാക്സ്, ആ എക്സ്ക്ലൂഡ് ചെയ്ത പോർഷന് സ്ലാബ് റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ക്ലിയർ ടു യു നോ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് എ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021. ഓക്കെ, ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് 10 lakhs, വോളണ്ടറി ഡൊണേഷൻസ് ഫോർ ദ കോർപ്പസ് ഓഫ് ദി ട്രസ്റ്റ് 50 lakhs, other voluntary donations 30 lakhs, anonymous donations 25 lakhs, amount spent for charitable purposes in India 20 lakhs, set apart for use in future for charitable purposes. അതായത് പോർഷൻ സെറ്റ് അപ്പാർട്ട് ഫോർ ഫ്യൂച്ചർ, അവിടെ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. 4 lakhs. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ട്രസ്റ്റിൻ്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് അനോണിമസ് ഡൊണേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അനോണിമസ് ഡൊണേഷൻസ് മൈനസ് എ ഓർ ബി, ബാക്കി വരുന്ന എമൗണ്ടിന് 30% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ മൈനസ് ചെയ്ത് എ ഓർ ബി ദാറ്റ് ഈസ് ടാക്സബിൾ അറ്റ് യൂഷ്വൽ ടാക്സ് റേറ്റ് അല്ലെങ്കിൽ സ്ലാബ് റേറ്റിൽ ആ എക്സ്ക്ലൂഡ് ചെയ്ത പോർഷന്, അനോണിമസ് ഡൊണേഷൻ്റെ ആ പോർഷൻ എന്ത് ചെയ്യണം? സ്ലാബ് റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഒരു ട്രസ്റ്റ് എന്ത് ചെയ്യണം? 85% ഓഫ് ഇൻകം യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഫുൾ എക്സംഷൻ അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ദേ ക്യാൻ അക്യുമുലേറ്റ്, പക്ഷേ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നോക്കിക്കേ, ഇൻകം ഓഫ് ദി ട്രസ്റ്റ് 10 lakhs. ഫസ്റ്റത്തെ ഇൻകം ഓഫ് ദി പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് 10 lakhs കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ഡൊണേഷൻസ് വിച്ച് ഫോം പാർട്ട് ഓഫ് ദി കോർപ്പസ് ഓഫ് ദി ട്രസ്റ്റ് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അതാണ് നമ്മൾ പറഞ്ഞത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ ആ വീഡിയോ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ എക്സംപ്റ്റഡ് ഇൻകംസ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 11 നമ്മൾ ഡിസ്കസ് ചെയ്ത 4ാമത്തെ ഐറ്റാണ് ഇൻകം ഓഫ് എ ട്രസ്റ്റ് ഫ്രം വോളണ്ടറി കോൺട്രിബ്യൂഷൻ വിച്ച് ഷാൽ ഫോം പാർട്ട് ഓഫ് ദി കോർപ്പസ് ഓഫ് ദി ട്രസ്റ്റ്. എക്സംപ്റ്റഡ് ഇൻകംസ് സെക്ഷൻ 11, ട്രസ്റ്റിൻ്റെ സെക്ഷൻ 11 എക്സംപ്റ്റഡ് ഇൻകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഐറ്റാണ്. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഡൊണേഷൻസ് വിച്ച് ഫോം പാർട്ട് ഓഫ് ദി കോർപ്പസ് ഓഫ് ദി ട്രസ്റ്റ് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. എന്താ റീസൺ എന്നുള്ളത് മനസ്സിലായല്ലോ. പിന്നെ അതർ വോളണ്ടറി ഡൊണേഷൻസ് 30 lakhs. അനോണിമസ് ഡൊണേഷൻസ് ഇൻക്ലൂഡിബിൾ വിച്ച് ഈസ് നോട്ട് ലയബിൾ ടു ബി ടാക്സ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 30%, 5.25 lakhs. അതെങ്ങനെയാണ് വന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ടോട്ടൽ ഡൊണേഷൻസിൻ്റെ 5% അല്ലെങ്കിൽ
ഇവിടെ കണ്ടല്ലോ നിങ്ങൾ. ഇതാണ് പറയുന്നത് 5% ഓഫ് ടോട്ടൽ ഡൊണേഷൻസ് അല്ലെങ്കിൽ 1 lakh വിച്ച് എവർ ഈസ് ഹയർ. അതിന് ടാക്സ് നമ്മൾ യൂഷ്വൽ റേറ്റിലാണ് കൊടുക്കേണ്ടത്. അനോണിമസ് ഡൊണേഷന് ഈ പോർഷൻ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള അനോണിമസ് ഡൊണേഷന് 30% ആണ് ടാക്സ് റേറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആകെയുള്ള ഡൊണേഷൻസ് എത്രയാണുള്ളത്. വോളണ്ടറി ഡൊണേഷൻസ് വോളണ്ടറി ഡൊണേഷൻസ് 50 lakhs, 30 lakhs പ്ലസ് 25 lakhs, 30 lakhs കണ്ടല്ലോ. അതർ വോളണ്ടറി ഡൊണേഷൻസ് അനോണിമസ് ഡൊണേഷൻസ് 25 lakhs. ഇപ്പോൾ വോളണ്ടറി ഡൊണേഷൻസ് 50 lakhs, അതർ വോളണ്ടറി ഡൊണേഷൻസ് 30 lakhs, അനോണിമസ് ഡൊണേഷൻസ് 25 lakhs. അപ്പോൾ ആകെയുള്ളത് 105 lakhs എന്ന് വെച്ചാൽ 1,05,00,000 ആണ് ആകെയുള്ള ട്രസ്റ്റിൻ്റെ ഡൊണേഷൻ റിസീവ് ചെയ്തത്. അതിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5,25,000 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയ എ എന്ന് പറയുന്നത് എത്രയാണ് 5,25,000 ആണ് കിട്ടിയത്. ഈ എ എന്ന് പറയുന്ന ഫിഗർ 5,25,000, അതല്ലെങ്കിൽ ബി 1 lakh വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ അവിടെ ഹയർ എന്ന് പറയുന്നത് 1,00,000 ആണോ 5,25,000? 5,25,000 ആണ് നമ്മൾ എടുക്കുക. ആ 5,25,000 സാധാരണ റേറ്റ് ഓഫ് ടാക്സ് എത്രയുണ്ടോ അതാണ് അപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 5,25,000. ഓക്കെ, ഇനി ഒരു ട്രസ്റ്റിന് എന്ത് ചെയ്യാം? വോളണ്ടറി ഡൊണേഷൻസ് 30 lakhs, ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് 10 lakhs, 40 lakhs എന്തുണ്ട് 40 lakhs ഇൻകം ഉണ്ട്. ആ 40 lakhsൻ്റെ 15% ദേ ക്യാൻ അക്യൂമുലേറ്റ് എന്ന് വെച്ചാൽ 6 lakhs ദേ ക്യാൻ അക്യൂമുലേറ്റ്. പിന്നെ 20 lakhs ദേ സ്പെൻഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ആൻഡ് ദേ സെറ്റ് എപ്പാർട്ട് 4 lakhs ഫോർ ഫ്യൂച്ചർ പർപ്പസ്. അതിൽ തന്നെ കണ്ടീഷൻസ് അവർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 30 lakhs ദേ ക്യാൻ ഡിഡക്റ്റ് ഫ്രം ദെയർ ഇൻകം ഓഫ് 45,25,000. അങ്ങനെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15,25,000 ആണ് അവരുടെ ഇൻകം ഒരു പോർഷൻ ഉള്ളത്. ഇനി അനോണിമസ് ഡൊണേഷനും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അനോണിമസ് ഡൊണേഷൻസ് ആകെ റിസീവ് ചെയ്തത് എത്രയാണ്? ആകെയുള്ള അനോണിമസ് ഡൊണേഷൻസ് എന്ന് പറയുന്നത് 25 lakhs ആണ്. ആ 25 lakhsൽ 5,25,000 സാധാരണ ടാക്സ് റേറ്റ് ആണ്. ബാക്കിയുള്ളതിനാണ് 30% ടാക്സ് വരിക. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണുള്ളത്? 19,75,000 എന്ന് വെച്ചാൽ ആകെ ട്രസ്റ്റിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 35 lakhs ആണ്. ആ 35 lakhsൽ 19,75,000 ഈസ് ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 30%. ഓക്കെ, അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. 19,75,000 ഇൻറ്റു 30%. ഓക്കെ, 5,92,500. ബാക്കിയുള്ള അതർ ഇൻകത്തിന് ദേ ആർ ടാക്സബിൾ അറ്റ് ദ റേറ്റ് വിച്ച് ആർ അപ്ലിക്കബിൾ ഫോർ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. AOPൻ്റെ സ്ലാബ് റേറ്റ് 2,50,000 നില്ല്, നെക്സ്റ്റ് 2,50 5%, നെക്സ്റ്റ് 20%, എബവ് 10 lakhs 30%. നമ്മൾ സാധാരണ ഇൻഡിവിജ്വലിൻ്റെയൊക്കെ ടാക്സ് സ്ലാബാണത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ബാക്കിയുള്ള ഇൻകത്തിന് ആകെയുള്ള ഇൻകം 35 lakhsൽ 19,75,000 മൈനസ് ചെയ്താൽ ബാക്കിയുള്ള ഇൻകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിൽ ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് 2,70,000, ടോട്ടൽ 8,62,500 on which we calculate cess at the rate of 4% so that the total tax liability of the trust is 8,97,000. അപ്പോൾ അങ്ങനെയാണ് ട്രസ്റ്റിൻ്റെ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ട്രസ്റ്റ് എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ പർപ്പസിനെ യൂസ് ചെയ്യണം. പിന്നെ 85% യൂസ് ചെയ്യണം. 15% കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അനോണിമസ് ഡൊണേഷൻസ് ഉണ്ടെങ്കിൽ അനോണിമസ് ഡൊണേഷൻസിന് 30% ആണ് ടാക്സ് റേറ്റ്. പക്ഷേ അതിലൊരു പോർഷന് സാധാരണ ടാക്സ് റേറ്റ് ആണ് ഉണ്ടാവുക, സ്ലാബ് റേറ്റ് ആണ് ഉണ്ടാവുക. അത് എത്രയാണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. 5% ഓഫ് ടോട്ടൽ ഡൊണേഷൻ ഓർ 1 lakh വിച്ച് എവർ ഈസ് മോർ ആണ്. പിന്നെ ആർക്കെങ്കിലും ഒരു ബെനിഫിഷ്യറി അൺനോൺ ആയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ പോർഷന് 30% ആണ് ടാക്സ് റേറ്റ്. പിന്നെ ഫൗണ്ടർ, അതുപോലെ തന്നെ മാനേജർ, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതൊക്കെയാണ് സ്പെൻഡ് ചെയ്ത് അവർക്കൊക്കെ ബെനിഫിറ്റിനാണ് യൂസ് ചെയ്തതെങ്കിൽ ഫോർ ദാറ്റ് ടാക്സ് ഷാൽ ബി ചാർജ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 30%.